ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ സക്സസ് ആവാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് എത്താനും അവർക്ക് ഇതൊക്കെ ഒരു ഉപകാരമായിട്ട് പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത്, ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഒരു വിന്നിംഗ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ ട്രേഡർക്ക് ആവശ്യമുള്ളത് അല്ലേ. ഒരു സ്ട്രാറ്റജി വേണം, പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു സ്ട്രാറ്റജി വേണം. ഓക്കെ, അതല്ലേ. രണ്ടാമത് നമുക്ക് വരുന്നത് വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്താണ് ട്രേഡും കാര്യങ്ങളും എടുക്കണം അല്ലേ. റിസ്ക് മാനേജ് ചെയ്താൽ നമുക്ക് ട്രേഡും കാര്യങ്ങളും എടുക്കാൻ പറ്റണം അല്ലേ. അതേപോലെ നമ്മൾ സ്ട്രാറ്റജി, അതായത് നമ്മുടെ സ്ട്രാറ്റജിൻ്റെ വിന്നി റേഷ്യോ നമുക്ക് അറിയണം അല്ലേ. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ഒരു ട്രേഡിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കണം. ഓക്കെ, കറക്റ്റായിട്ട് ഒരു ട്രേഡിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്ത് പോവാം. അതേപോലെ ട്രേഡിങ്ങിന് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രേഡിങ് വിജയിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഒരു വിന്നിംഗ് റേഷ്യോ കൂടുതലാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് എന്ത് ചെയ്യും പറയും. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടതാണ് ഒരു സ്ട്രാറ്റജി വേണം. പിന്നെ നമുക്ക് വേണ്ടത് റിസ്ക് മാനേജ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളും എടുക്കാൻ പറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മളെ സ്ട്രാറ്റജി, നമ്മൾ കണ്ടെത്തിയ സ്ട്രാറ്റജി അതിൻ്റെ വിന്നിംഗ് റേഷ്യോ എത്രയെന്ന് അറിയണം. ഓക്കെ, രണ്ടാമത് അതായത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ട്രേഡിംഗ് പാറ്റേൺ. ഓക്കെ, ഒരു പാറ്റേൺ ട്രേഡിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് റൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പാറ്റേൺ ട്രേഡിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക് എന്താണ്, ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സ്ട്രാറ്റജിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി നിങ്ങൾ മാസ്റ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ ആ സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യാം, പേപ്പർ റൈഡും കാര്യങ്ങളും എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് റെഡി ആവണോ, എത്ര വട്ടം പ്രോഫിറ്റ് അടിക്കുന്നുണ്ട്, ഒരു 10 ട്രേഡ് എടുത്താൽ എത്ര വട്ടം പ്രോഫിറ്റ് അടിക്കുന്നുണ്ട്, 10 വട്ടം ട്രേഡ് എടുത്താൽ എത്ര വട്ടം സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വിന്യൂ റേഷ്യോയും കാര്യങ്ങളും ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, ട്രേഡിങ് ചെയ്യുന്നതിൽ ഒരു സ്ട്രാറ്റജി വേണം. അപ്പോൾ ഈ സ്ട്രാറ്റജി ഒന്ന് മാസ്റ്റർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിൻ്റെ വിന്യൂ റേഷ്യോയും കാര്യങ്ങളും അതേപോലെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ആ റേഷ്യോയും കാര്യങ്ങളും അതിൻ്റെ കണക്കും ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ട്രേഡിങ്ങും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മളെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, റിസ്ക് മാനേജ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളും എടുക്കുകയാണ് നമ്മൾ അടുത്ത പോയിന്റ് വരുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാം, നമ്മൾ ട്രേഡിങ്ങിൽ എങ്ങനെ മാനേജ് ചെയ്യുക, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രിയും കാര്യങ്ങളും നിങ്ങൾ എടുത്തു. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ലോസ് വരാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾക്കൊരു എൻട്രി നിങ്ങളെ സെറ്റപ്പ് പ്രകാരം, അതായത് നിങ്ങളെ സ്ട്രാറ്റജി പ്രകാരം നിങ്ങളൊരു എൻട്രി എടുത്തു. ആ എൻട്രി നിങ്ങൾക്ക് ടാർഗറ്റ് അടിച്ചാൽ ഒരു 1500 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുകയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഒരു 3000 രൂപയാണ് സ്റ്റോപ്പ് ലോസ് പോകാന്ന് പറയുമ്പോൾ ഇത് റോങ് ആയിട്ടുള്ളൊരു എൻട്രിയാണ്. ഓക്കെ, അത് നമ്മൾ 10 ട്രേഡ് എടുക്കുകയാണെങ്കിലും ഇപ്പം നമുക്ക് 10 ട്രേഡ് ടാർഗറ്റ് അടിക്കുകയാണെന്നെങ്കിലും ഒരു 2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോഴത്തേന് നമ്മൾ ഉണ്ടാക്കിയ പൈസ ഒന്നായിട്ട് എന്ത് ചെയ്യും, പോവും. മനസ്സിലായോ? അതായത് നമ്മൾ മന്ത്ലി ക്ലോസ് ചെയ്യുമ്പം ലോസിലായിരിക്കും. ഓക്കെ, ഇതാണ് ട്രേഡിങ്ങിൽ അധിക പേര് ലോസ് ആവാനുള്ള കാരണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുമ്പോൾ ഒരു റിസ്ക് മാനേജ് ചെയ്താണുള്ള ഒരു സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ലോസ് ഒരു 500 രൂപ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 2 വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും എന്നാലും ഒരു 500 രൂപ നിങ്ങളുടെ കൈക്കൽ ബാക്കി ഉണ്ടാവും, ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു 3 ട്രേഡ് നിങ്ങളെടുത്ത് അതിൽ 2 ടാർഗറ്റും 1 സ്റ്റോപ്പ് ലോസ് വെച്ചാലും ബാക്കി നിങ്ങളെടുത്ത് അത്യാവശ്യം നല്ല പൈസയും എമൗണ്ടും കാര്യങ്ങളുണ്ടാവും. മന്ത്ലി നിങ്ങൾ പ്രോഫിറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലോസും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലെവലിലുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റജിൻ്റെ വിന്നിങ് ആണ്. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി എത്ര വട്ടം വിൻ ചെയ്യുന്നുണ്ട്, അതായത് പിന്നെ നിങ്ങളൊരു 10 ട്രേഡ് എടുത്തു, ഈ 10 ട്രേഡിൽ നമ്മുടെ സ്ട്രാറ്റജി എത്ര വട്ടം വിൻ ചെയ്തു, അതേപോലെ എത്ര വട്ടം ഫെയിലായി, ഈ കാര്യങ്ങൾ നമ്മുടെ അടുത്തൊരു കണക്ക് വേണം. ഓക്കെ, മനസ്സിലായോ? അപ്പം 10 ട്രേഡ് എടുത്താലും 10 ട്രേഡും വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 2 വട്ടമൊക്കെ ഫെയിലായി വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം, പക്ഷേ ഇപ്പോൾ 8 പ്രാവശ്യം നമ്മൾ സ്റ്റിൽ വിന്നിങ് അല്ലേ. 2 പ്രാവശ്യം മാത്രമേ നമ്മൾ ഫെയിൽ ചെയ്തിട്ടുള്ളൂ, അതിൽ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് നേരെ തിരിച്ച് 2 പ്രാവശ്യം വിന്നിങ്ങും
8 പ്രാവശ്യം എന്ത് ഫെയിലും ആയി, അതായത് 8 പ്രാവശ്യം ഫെയിലും ആയാൽ അതൊരു പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പോൾ വിന്നിങ് കൂടുതലും ഫെയിൽ കുറവുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമ്മളെ സ്ട്രാറ്റജി. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ലെവലിലുള്ള സ്ട്രാറ്റജിയും കാര്യം അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ സ്ട്രാറ്റജിയും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുക. ഓക്കെ. അങ്ങനെ സ്ട്രാറ്റജിയും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് ട്രേഡിങ് കൊണ്ടുപോവുക. ഓക്കെ. എന്താണ് പാറ്റേൺ ട്രേഡിങ്? മനസ്സിലായോ? അതായത് നമ്മളെ ട്രേഡിങ്ങിന് നമ്മൾ റൂളും കാര്യങ്ങളും കൊണ്ടുവരിക. ഓക്കെ. ഒരു പാറ്റേൺ രീതിയിൽ നമ്മൾ ട്രേഡിങ്ങിന് റൂളും കാര്യങ്ങളും കൊണ്ടുവരിക. അങ്ങനെ ആ റൂളിലൂടെ മാത്രമേ നമ്മുടെ ട്രേഡിങ്ങും കാര്യങ്ങളും മുന്നോട്ട് പോവുക. ഓക്കെ. ഈ റൂളിൽ നമ്മൾ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്ട്രാറ്റജി നോക്കുമ്പോൾ വർക്ക് ചെയ്ത് നമ്മൾ എൻട്രി കാര്യങ്ങൾ എടുക്കുക. അതിപ്പോൾ അതൊരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ. നിങ്ങളെ സ്ട്രാറ്റജി എന്ത് ചെയ്യും, ഒരു പാറ്റേൺ ആയിട്ട് മാറും. അതായത് റൂൾസും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ സ്ട്രാറ്റജിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെ സ്ട്രാറ്റജി ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്ത് ചെയ്യും, ഒരു പാറ്റേൺ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ പാറ്റേൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗ് റൂൾസുമായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലെവലിലും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ അതായത് നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇതേ രീതിയിൽ റിസ്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് ഒരു നല്ല സ്ട്രാറ്റജി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെയും ഇതുവരെ ലൈക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ. ബൈ.